സാറേ, ഈ വെനിസ്വേലയാണ് ഇപ്പോൾ ലോക വാർത്തകളുടെ കേന്ദ്രം. ഇപ്പോൾ സ്വീഡിഷ് അക്കാഡമി കഴിഞ്ഞ നോബൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് വിവാദ കേന്ദ്രമായതാണ്. അല്ലെങ്കിൽ ഈ നോബൽ പ്രൈസ് ആർക്ക് കിട്ടി എന്നതിലേറെ ആർക്ക് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ഇക്കൊല്ലത്തെ വാർത്ത. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട് തന്നെ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് ട്രംപിന് കിട്ടിയില്ല, ട്രംപ് ഈസ് നോട്ട് ഇൻ ദി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ട്രംപിന് അവാർഡ് കൊടുക്കാത്തതിലൂടെ പക്ഷേ അവാർഡ് കിട്ടിയത് മച്ചാഡോക്കാണ്. മച്ചാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനിസുലയിലെ പ്രതിപക്ഷ നേതാവാണ്. വെനിസുലയിലെ മഡുറോയുടെ ഏകാധിപത്യത്തിനും ഭീകര ഭരണത്തിനും എതിരായിട്ട് എത്രയോ കാലമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന നേതാവാണ്. തീർച്ചയായിട്ടും അമേരിക്കയും ഇടയൊക്കെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ പോരാട്ടത്തിൽ. എന്തായാലും ഇപ്പോൾ മഡുറോയുടെ ഭാവിയെക്കുറിച്ച് ഈ മച്ചാഡോക്ക് അവാർഡ് കൂടി കിട്ടിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയിൽ മഡുറോയുടെ ഭാവിയെക്കുറിച്ച് വരുന്ന പുതിയ വാർത്തകൾ എന്താണ്? വെനസ്വേലയുടെ പ്രസിഡന്റ് അതെ നിക്കോളായ് മദുറോയെ വേണമെങ്കിൽ തട്ടിക്കളയാൻ ട്രംപ് സിഎക്ക് രഹസ്യ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനത്തിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ട്രംപ്. സംഗതി ശരിയാണ്, ഞാൻ തട്ടിക്കളയാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതായത് തട്ടിക്കളയുക എന്നുള്ളതല്ല, അതായത് ഡ്രഗ് ബിസിനസ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭരണകൂടത്തിനെ അട്ടിമറിക്കുക, മദുറോയുടെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനുള്ള ഒരു വഴി തട്ടിക്കളയുക എന്നുള്ളതാണല്ലോ. കാരണം CIA ഒരു പദ്ധതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ലീഥൽ ആകാമെന്ന് റിപ്പോർട്ടിലുണ്ട്. എങ്ങനെ മാരക പദ്ധതിയും ആകാം ഇത് എന്ന് പറഞ്ഞാൽ തട്ടിക്കളയുന്നത് വരെ ആകാം എന്നാണ്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മദുറോയെ അറസ്റ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ $50 മില്യൺ വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്ക. $50 മില്യൺ എന്ന് പറഞ്ഞാൽ 438 കോടി രൂപ വരും. ഇത്രയും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ നടത്തുന്ന ഈ മയക്കുമരുന്ന് കച്ചവടം, മദുറോ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്ന് ട്രംപ് ആരോപിക്കുന്നു. അതിൻ്റെ വിവരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടലിൽ വെച്ചിട്ടേ അവരുടെ ഈ മയക്കുമരുന്നൊക്കെ കടത്തിയ കപ്പലിനൊക്കെ തടഞ്ഞാൽ പോരെ എന്നൊക്കെ. അപ്പോൾ ഇയാൾ പറഞ്ഞു ട്രംപ്. അപ്പോൾ ഇനിയിപ്പോൾ CIAക്ക് ട്രംപിൻ്റെ ഉത്തരവോടുകൂടി CIAക്ക് എന്തുമാകാം, ഇതാണ് അവസ്ഥ. അപ്പോൾ വെനസ്വേല രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ട്രംപ് പറയുന്നു. ഒന്ന്, ഈ വെനസ്വേല അവിടുത്തെ ജയിൽ പുള്ളികളെ മാത്രമല്ല ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഈ കുഴപ്പക്കാരെയൊക്കെ പിടിച്ചിട്ട് അമേരിക്കയിലേക്ക് കുടിയേറ്റത്തിന് കയറ്റി അയക്കുകയാണ്. കുടിയേറ്റമായിട്ട് അതിർത്തി വഴി. അയാളുടെ ആരോപണമാണ്, അയാൾക്ക് തെളിവൊന്നുമില്ല. ജയിൽ പുള്ളികളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രാന്തന്മാരെയൊക്കെ വെനസ്വേല അമേരിക്കയിലേക്ക് വിടുകയാണ്. അതൊന്ന്. രണ്ട്, ഡ്രഗ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ CIAക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ മുൻ തടവുകാരെ ഇങ്ങനെ അമേരിക്കയിലേക്ക് വെനസ്വേല മദുറോ അഴിച്ചു വിടുന്നുണ്ട് എന്ന് ട്രംപ് പറയുന്നതിന് തെളിവില്ല. ഒന്ന്. പിന്നെ കടലിൽ ഡ്രഗ് ഷിപ്മെൻറ്റുകൾ പിടിച്ചെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കരയിലും ഇത് പിടിക്കുന്നുണ്ട്, ഞങ്ങൾ കടലിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ കരവഴി കള്ളക്കടത്ത് തുടങ്ങി, മദുറോ ഞങ്ങളിപ്പോൾ കരയിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ട്രംപ് സാധാരണ പറയുന്ന പോലെ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ശീതയുദ്ധകാലത്ത് ഈ ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് ഓപ്പറേഷനുകൾ CIA നടത്തിയിട്ടുണ്ട്, അതറിയാലോ. അപ്പോൾ കൊക്കൈൻ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ധാരാളം ഭരണകൂടങ്ങളെ അവിടെ അട്ടിമറിച്ചിട്ടുണ്ട്. ക്യൂബയ്ക്കെതിരെയൊക്കെ ധാരാളം, ക്യൂബ ഒരുപാട് റെസിസ്റ്റ് ചെയ്ത് നിന്നാണല്ലോ. അപ്പോൾ അങ്ങനെ മെക്സിക്കോയിൽ സത്യത്തിൽ ഈ വെനസ്വേലയെക്കാളൊക്കെ ഡ്രഗ് ഒരുപാട് കാർട്ടലുകളുള്ള സ്ഥലം മെക്സിക്കോയാണ്, അമേരിക്കയുടെ തൊട്ടപ്പുറത്തുള്ളത്. മെക്സിക്കോയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വെനസ്വേല ഈ CIAക്ക് ഉത്തരവ് കൊടുത്തതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ട്രംപ് ചെയ്യുന്ന രാജ്യാന്തര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്.
ട്രംപിൻ്റെ കണ്ണ് മുഴുവൻ ഞങ്ങളുടെ എണ്ണ ശേഖരത്തിലാണ് ആണ്, അത് തന്നെയാണ് എന്ന് വെനസ്വേല പറയുന്നുണ്ട്. ഇത് നാളെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഉന്നയിക്കാൻ പോവുകയാണെന്ന് വെനസ്വേലയുടെ വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ രക്ഷാസമിതിയിൽ ഇത് ഉന്നയിക്കുന്നുണ്ട്. ഫെൻറ്റനൈൽ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് ആണ് ഈ വെനസ്വേലയിൽ നിന്ന് വരുന്നതെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. സത്യത്തിൽ ഈ ഫെൻറ്റനൈലിൻ്റെ സോഴ്സ് മെക്സിക്കോ ആണ്, അല്ലാതെ വെനസ്വേല അല്ല. അതുകൊണ്ടാണല്ലോ അതിർത്തി അടയ്ക്കണം, അതിർത്തിയിൽ മതിൽ പണിയണം എന്നൊക്കെ ബൈഡൻ്റെ കാലത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേ മുമ്പ് ഒബാമയുടെ കാലത്തും ഒക്കെ പറയുന്നുണ്ടല്ലോ അതിർത്തി അടയ്ക്കണം. അതെ, അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ കോസ്റ്റ് ഗാർഡ് ഇത് നിർത്തുന്നത് വിജയിച്ചിട്ടില്ല എന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ വിജയിച്ചിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കഴിവുകേടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. CIA മദുറോയെ കൊല്ലാൻ അവകാശമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. വെനസ്വേല അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞു. ദ ഹീറ്റ് ഈസ് ഓൺ ഇൻ വെനസ്വേല എന്ന് പറഞ്ഞു. അപ്പോൾ തെക്കൻ കരീബിയനിൽ ഇപ്പോൾ അമേരിക്കയുടെ സേനാവിന്യാസം ഉണ്ട്. വെനസ്വേലയ്ക്കെതിരെ 5 ആക്രമണങ്ങൾ വെനസ്വേലയുടെ കപ്പലുകൾക്കെതിരെ അമേരിക്ക നടത്തി കഴിഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ. ഒരെണ്ണത്തിൽ സെപ്റ്റംബർ 2-ാം തീയതി നടത്തിയ ആക്രമണത്തിൽ 11 നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു വെനസ്വേലയുടെ. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം വെനസ്വേലയിലാണ്. നമ്പർ 1, ഏറ്റവും വലിയ എണ്ണശേഖരം വെനസ്വേലയിലാണ്. 303 ബില്യൺ ബാരലുകൾ വരുന്ന എണ്ണശേഖരമുണ്ട്. ഇത് വെനസ്വേലയിലെ ഓറിൻകോ എന്ന് പറഞ്ഞ മേഖലയിലാണ് ഈ എണ്ണശേഖരം. ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ കുറച്ച് ചിലവ് വരും ഇത് കുഴിച്ചെടുക്കാനായിട്ട്. സൗദിയെക്കാളും ഇറാനേക്കാളും വലുതാണ് വെനസ്വേലയിലെ എണ്ണശേഖരം. സൾഫർ റിച്ച് ആണ്, സൾഫറും ഉണ്ട്. അപ്പോൾ ഉൽപ്പാദനം വളരെ കുറവാണിപ്പോൾ. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഷെവ്രോണിന് പരിമിതമായ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് വെനസ്വേല. സെപ്റ്റംബർ 2-ാം തീയതി വെനസ്വേലയിലെ കപ്പൽ ആക്രമിച്ച് അമേരിക്ക 11 പേരെ കൊന്നിരുന്നു. 3 കോടിയാണ് വെനസ്വേലയുടെ ജനസംഖ്യ. ഇനി സൗദിയിലെ എണ്ണശേഖരം ഇതിനേക്കാൾ കുറവാണ്. 267 ബില്യൺ ബാരൽ ആണ്. ഇറാനിലത് 208. കാനഡയാണ് അടുത്ത രാജ്യം, 163.6 അവിടെയുള്ളൂ. ആ 4 രാജ്യങ്ങളാണ് ലോകത്തിലെ എണ്ണശേഖരത്തിൻ്റെ പകുതിയും. അമേരിക്കയുടെ സ്ഥാനം 9, 55 ബില്യൺ ബാരൽ ആണ് അമേരിക്കയുടെ. അമേരിക്ക 1-ാം സ്ഥാനത്ത് വെനസ്വേലയാണ്. അതാണെങ്കിൽ ടാപ്പ് ചെയ്യാത്ത ശേഖരവുമാണ്. പരിമിതമായി മാത്രമേ ഇനിയുള്ള വർഷങ്ങളിലും ഭാവിയിലും ഒക്കെ ഉപയോഗിക്കാവുന്ന തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അല്ലേ. ഇത് തന്നെയാണ് അമേരിക്കക്ക് എല്ലാ കാലത്തും വെനിസ്വേലയോടുള്ളൊരു കെറിവ് ഇത് തന്നെയായിരുന്നല്ലോ. കെറിവല്ല, കണ്ണും അതായിരുന്നല്ലോ. നല്ല ചെറുത്തുനിൽപ്പ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഹ്യൂഗോ ഷാവേസാണ്. അന്ന് അദ്ദേഹം ചെയ്തത് സമ്പൂർണ്ണമായി വെനിസ്വേലയിലെ എണ്ണപ്പാടം മുഴുവൻ നാഷണലൈസ് ചെയ്ത് കളഞ്ഞു. ഒരൊറ്റ അമേരിക്കൻ കമ്പനിക്കും പ്രവേശനം കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ഫിഡൽ കാസ്ട്രോയുടെ കൂട്ടത്തിൽ ഹ്യൂഗോ ഷാവേസിനെയും ഇയാളും കൂടി കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ പ്രിയമായി എന്ന് മാത്രമല്ല അമേരിക്കക്ക് വലിയ ശത്രുവായി. അക്കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അത്. എനിക്ക് തോന്നുന്നു ട്രംപ് ഇപ്പം അത് ചെന്ന് നിൽക്കുന്നത് ഈ ആ എണ്ണയല്ലാതെ ട്രംപിന് ഒരുപാട് പ്രതിസന്ധി വേറെയും വന്നു. ആഗോള മാർക്കറ്റിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളും ട്രംപിന് എണ്ണ കൊടുക്കാതായി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. നൊബേൽ സമ്മാനം കിട്ടിയ മറിയ കോറിന മച്ചാഡോ അവിടെ പ്രസിഡന്റായിട്ട് വാഴിക്കണമെന്ന് ട്രംപിന് താല്പര്യം കാണും. അവർ വന്നാൽ ഇത് ഈ എണ്ണശേഖരം അമേരിക്കയുടെ മുമ്പിൽ കാഴ്ചവെക്കുമോ? തീർച്ചയായിട്ടും അമേരിക്കക്ക് തീരെഴുതാനാണ് സാധ്യത. അല്ലെങ്കിൽ തന്നെ ഈ നൊബേൽ പ്രൈസിൻ്റെ പിന്നിൽ നൊബേൽ പ്രൈസ് ഇപ്പോൾ ട്രംപിന് കിട്ടാത്തതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്, സമാധാനമുണ്ട്. പക്ഷേ ട്രംപിന് കൊടുക്കാതെ വളരെ ഗംഭീരമായൊരു കളിയാണ് കളിച്ചത് സ്വീഡിഷ് അക്കാഡമി. എന്താ കാര്യം എന്ന് വെച്ചാൽ അമേരിക്കക്കാർക്ക് മുഴുവൻ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുടെ ശത്രുവായ ഈ വെനിസ്വേലയിലെ
അതും മഡൂറോ ഗവൺമെന്റിന് എതിരായി പൊരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ട്രംപിന്റെ ഈ മറിയ ഉടനെ ട്രംപിനെ വിളിച്ചിരുന്നു, അങ്ങേക്ക് ആ സമർപ്പിക്കുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ അവാർഡ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് പ്രായക്കുറവുകൊണ്ടാണ്. ട്രംപ് മറ്റോ പറഞ്ഞു അവർക്ക് അർഹതയില്ലെങ്കിലും എന്നോടുള്ള എന്നോട് കാണിച്ചു, വാങ്ങിക്കുന്നു, എനിക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു, ഒരു തരുവാകുമോ എന്നൊക്കെ ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഈ രണ്ട് കാര്യമുണ്ടായി. ആ നോബൽ പ്രൈസ് കൊണ്ട് ഞാൻ കാണുന്ന ഒരേ ഒരു ഗുണം അവരുടെ ജീവൻ തൽക്കാൻ രക്ഷപ്പെട്ട് കിട്ടി. അല്ലെങ്കിൽ മഡൂറ അറിയാലോ, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും മഡൂറയുടെ രീതിയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒരു രീതിയാണ്. അത് അവരുടെ ജീവൻ അപകടത്തിലായ ഒരു അവസ്ഥയുണ്ട്. അവരെ വീട്ടുതടങ്കൽ പോലെയാണ്, പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എന്തായി, അവർ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി ആയി. അവരെ എവിടെയും തടഞ്ഞു വെക്കാൻ പാടില്ല. നൊബേൽ ലോറേറ്റിന് അങ്ങനെ ഗുണമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് അവിടെ തെരഞ്ഞെടുപ്പ്. ശ്രീ രവിശങ്കർക്കൊക്കെ നേരത്തെ പരിചയമുള്ള ആളാട്ടോ. ആണോ? ആരെ? മച്ചാടോയെ? ശരി, അതെങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ ഈ പല സമാധാന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ടല്ലോ. ഇവരുമായിട്ട് അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ശരി. എന്നാലും ഇന്ത്യൻ കണക്ഷനാണല്ലോ, വളരെ വളരെ പ്രകടമായിട്ടുള്ള. അത് മാത്രമല്ല, അത്തരത്തിലൊരു ആത്മീയ ലൈൻ ഉണ്ടോ അവർക്ക്? ആത്മീയ വശം ഉണ്ടോ എന്നുള്ളത് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ ചൊറിയാൻ വേണ്ടി മറിയയും ഒരു സനാതനിയാണെന്ന് നമുക്ക് പറയാം. അത് തീർച്ചയായിട്ടും അത് നല്ലൊരു മാർഗമാണ്. ഒരു ചൊറിയാനുള്ളൊരു ആയുധം ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. മാത്രമല്ല, അവര് ഈ ഹമാസ് ആക്രമിച്ചപ്പോഴൊക്കെ ഇസ്രയേലിന്റെ കൂടെ നിന്ന ഒരാളാണല്ലോ. തീർച്ചയായിട്ടും അത് അവരുടെ നയമാണ്, നിലപാടാണ്. അതിപ്പോൾ ലേ വലേസക്ക് നോബൽ പ്രൈസ് കൊടുത്തപ്പോൾ പറഞ്ഞ അതേ കണ്ടീഷനൊക്കെ ഒത്തുചേർന്ന ഒരാളാണ് മച്ചാഡോ. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നൊരു പ്രത്യേകത ഇതാണ്. ഒന്ന്, മഡൂറോ അട്ടിമറിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തപ്പെട്ടാൽ, മഡൂറോയ്ക്ക് ജീവഹാനി സംഭവിച്ചാൽ അത് CIA ആണ് എന്നുള്ളത് ഉറപ്പാണ്. അതിപ്പോൾ ഏതാണ്ട് വെളിവായി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചാൽ CIA-യുടെയും അമേരിക്കയുടെയും കൂടി പിന്തുണയോടുകൂടി, ഒരു പക്ഷേ അവിടുത്തെ ജനകീയമായ ഒരു പിന്തുണയോടുകൂടി തന്നെ മച്ചാഡോ അവിടുത്തെ അധികാരത്തിൽ വരാനുമുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും മഡൂറോയുടെ ജീവൻ അല്ലെങ്കിൽ ഭാവി എന്താണ് എന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രാഥമികമായ ഉത്കണ്ഠ. എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം.